ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ബേസി. സോ എന്നോട് കുറച്ച് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM മെസ്സേജ് ചോദിക്കാറുണ്ട്. എങ്ങനെ നീ യൂറോപ്പിലെത്തി? നിനക്ക് എങ്ങനെയാണ് ഇവിടെ വർക്ക് റെഡി ആയത്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. സോ ഞാൻ വിചാരിച്ചു ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന എൻ്റെ ലൈഫിൽ ഇത് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന്. ദി ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഫിക്സ് ദി കൺട്രി. നിങ്ങളുടെ മൈൻഡിൽ ബാക്കിയുള്ളവരുടെ വാക്കുകളേക നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു കൺട്രി കണ്ടുപിടിക്കുക. അതായത് ലിവിങ് എക്സ്പെൻസും നിങ്ങൾ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫണ്ട് കാര്യങ്ങൾ ഓക്കെ ആയിട്ട് കിട്ടുന്ന ഒരു കൺട്രി കണ്ടുപിടിക്കുക. അങ്ങനെ ഒരുപാട് ചീപ്പസ്റ്റ് കൺട്രീസും ഉണ്ട്, അതുപോലെ റിച്ചസ്റ്റ് കൺട്രീസും ഉണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ കൺട്രി അടിക്കുക. നെക്സ്റ്റ് തിങ്, നിങ്ങൾ അത് കഴിഞ്ഞ് നല്ലൊരു ജെന്യൂൻ ഏജൻസി കണ്ടുപിടിക്കുക. ഈ ജെന്യൂൻ ഏജൻസി കണ്ടുപിടിക്കുമ്പോൾ അത് രജിസ്റ്റേർഡ് ഏജൻസി ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് കുറേ ആൾക്കാർ പോയിട്ടുണ്ടോ, അങ്ങനെ അതിൻ്റെ സച്ച് സ്റ്റോറീസ് കാര്യങ്ങൾ നോക്കുക. ജസ്റ്റ് ഡോണ്ട് ഡിപ്പെൻഡ് നമ്മൾ സോഷ്യൽ മീഡിയാസ്. ഡയറക്റ്റ് പോയി എൻക്വയറി ചെയ്യുക, ആ ഓഫീസിലൊക്കെ പോയി അന്വേഷിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയ ആൾക്കാരുടെ കോൺടാക്ട് കിട്ടുമെങ്കിൽ അങ്ങനെയൊക്കെ അന്വേഷിക്കുക. അവരിവിടെ എന്താ ചെയ്യുന്നത്, കാര്യമില്ല, അവരൊക്കെ ഓക്കെ ആണോ, അങ്ങനെ ജസ്റ്റ് നിങ്ങളോട് പറ്റുവാണെന്നുണ്ട്. കാരണം നമ്മുടെ ആവശ്യമാണ്, സോ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ A to Z നമ്മൾ ഡോക്യുമെന്റേഷൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കുക. പിന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് ഈ പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതിലൊന്നും പോയി വീഴരുത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വിസ അടിച്ച് നമ്മൾ എയർപോർട്ടിലൊക്കെ വന്ന് ജസ്റ്റ് ഇമിഗ്രേഷനിലേക്ക് എത്തുമ്പോഴായിരിക്കും അറിയാം ഓക്കെ ഇറ്റ്സ് എ ഫേക്ക് വിസ. പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കേസ് കൂട്ടും കാര്യങ്ങൾ. സോ ഈ വിസ ആഫ്റ്റർ പേയ്മെൻറ്റ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ നമ്മൾ നല്ലോണം അന്വേഷിച്ച് കണ്ടുപിടിക്കുക. പിന്നെ ദി ലാസ്റ്റ് തിങ് ആണ് നമ്മുടെ വർക്ക് കാര്യങ്ങൾ. അതായത് ഏജൻസി എല്ലാം ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളുമാണ്. ഏജൻസി പറയുന്നത് ഇന്ന വർക്കിന് വെക്കോ അങ്ങനെ പറയാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഴരുത്. കാരണം നമ്മളെ പറ്റുന്ന വർക്കാണെങ്കിൽ മാത്രം ആ വർക്കിന് പേയ്മെൻറ്റ് കൊടുക്കുക. കാരണം ഗേൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വർക്ക് പറ്റത്തുണ്ടാവില്ല. പക്ഷേ റിക്വയർമെൻറ്റിനകത്തുള്ള ഫിസിക്കലി ഫിറ്റ് വർക്കൊക്കെ ആയിരിക്കും. സോ അങ്ങനത്തെ വർക്കിനൊന്നും പോകാതിരിക്കുക. നിങ്ങളോട് പറ്റുന്ന ഉറപ്പുള്ള വർക്ക് നോക്കുക, നിങ്ങളോട് പറ്റും നല്ല ഏജൻസി നോക്കുക, നിങ്ങളോട് പറ്റും എന്നുള്ള സർവീസ് ചാർജ് ഉള്ള ഏജൻസി നോക്കുക. മേ ബി സം ഏജൻസി ലൈക്ക് 8, 9, 10 lakhs വിത്തൗട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ അതൊക്കെ നല്ലോണം നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നല്ല രീതിക്ക് പ്രോസസ്സും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ യൂറോപ്പ് എന്ന് പറഞ്ഞ സോണിലേക്ക് എത്താൻ പറ്റും.